ഹലോ, അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ കൂൺ വെച്ചിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കൂൺ മസാലയുടെ റെസിപ്പി നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു 250 ഗ്രാമോളം ചിപ്പി കൂണാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അത് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. പിന്നീട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഇതേപോലെ തേങ്ങാക്കൊത്ത് കുറച്ചെടുക്കുക. പിന്നെ ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, 2 മീഡിയം സൈസ് സവോള അരിഞ്ഞതും, 5-10 ചെറിയ ഉള്ളി അരിഞ്ഞതും, 3 പച്ചമുളക് അരിഞ്ഞതും. ഇതേക്ക് കൂണൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൂൺ മസാല ഉണ്ടാക്കാനായിട്ട് ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ചൂടാകുമ്പോഴത്തേക്കും എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂണോളം എണ്ണയാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. അതിലേക്ക് ആദ്യം തന്നെ നമ്മുടെ തേങ്ങാക്കൊത്തൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം. അതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് സവോള ആഡ് ചെയ്യാം. അപ്പോൾ സവോളയും പച്ചമുളകും അരിഞ്ഞതെല്ലാം കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് വഴന്ന് വരണം. അപ്പോൾ അത് വഴന്ന് വന്നതിന് ശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർക്കണം. അപ്പോൾ ചെറുതായിട്ടൊന്ന് വാടി കഴിയുമ്പോഴത്തേക്കും 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ്, അതും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് ഇടയ്ക്കിടയ്ക്ക് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് വഴന്ന് വന്നതിന് ശേഷം നമുക്ക് മസാലപ്പൊടികളൊക്കെ ആഡ് ചെയ്യാം. അപ്പോൾ സവോളയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു ബ്രൗൺ ഷെയ്ഡ് ആകുമ്പോഴത്തേക്കുമാണ് മസാലപ്പൊടികൾ ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു പാകത്തിന് നമുക്കിനി മസാലകളെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഇവിടെ ചേർക്കുന്നത് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് മല്ലിപ്പൊടി ഒരു 1/2 ടീസ്പൂണോളം ചേർക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി, മീറ്റ് മസാല, ഇത്രയും കൂടെ ചേർത്തിട്ട് പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ അതിലേക്ക് കുറച്ച് മാത്രം ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഒരുപാട് വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ കൂണ് വെന്ത് കലങ്ങിപ്പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂണിൽ നിന്ന് വെള്ളം ഇറങ്ങി വരുന്നതാണ്. അപ്പോൾ അതിനനുസരിച്ച് ഒരു ശകലം വെള്ളം ചേർത്താൽ മതി. പിന്നെ നമുക്ക് അരിഞ്ഞ് വെച്ചേക്കുന്ന കൂണെല്ലാം അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ കൂണിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി വന്ന് മസാലയൊക്കെ സെറ്റായിട്ട് വരും. അപ്പോൾ ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കൂൺ മസാലയൊക്കെ അങ്ങനെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. കൂണിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വന്ന് എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വെന്ത് കൊഴിഞ്ഞൊന്നും പോയിട്ടില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് വേണമെങ്കിൽ ഡ്രൈ ആക്കി എടുക്കാം, അല്ലെങ്കിൽ ഈ ഒരു പാകത്തിൽ തന്നെ നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഉപ്പൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കൂൺ മസാലയുടെ റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.